മലയാള സിനിമയുടെ മുഖശ്രീ എന്ന വിശേഷണത്തോടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന അഭിനേത്രിയാണ് ശ്രീവിദ്യ. പ്രായഭേദമന്യേ എല്ലാവരുടെയും സ്നേഹപൂർവ്വം വിദ്യാമ്മ എന്ന് വിളിക്കുന്ന ആ മുഖം മറഞ്ഞിട്ട് ഇന്ന് ഒക്ടോബർ 19 വർഷം കഴിഞ്ഞിരുന്നു. 53-ാം വയസ്സിൽ നട്ടെല്ലിനുണ്ടായ അർബുദമാണ് അവരുടെ മരണകാരണം. സിനിമയിൽ തിരക്കേറിയ കരിയറിനൊപ്പം സ്വകാര്യ ജീവിതത്തിലും ശ്രീവിദ്യ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. സിനിമയിൽ ഉജ്ജ്വലമായി മുന്നേറിക്കൊണ്ടിരിക്കവേ നിരവധി വിവാഹാലോചന വന്നുവെങ്കിലും ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനുമായുള്ള വിവാഹം അമ്മയുടെ ഉപദേശപ്രകാരം അവർ നിരസിച്ചു. പിന്നീട് കമലഹാസനുമായുള്ള പ്രണയവും തുടർന്ന് ജോർജ് തോമസുമായുള്ള വിവാഹവും മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരുന്നു. കമലഹാസനുമായുള്ള വിവാഹം വരെ നിശ്ചയിച്ചുവെങ്കിലും അഭിപ്രായ വ്യത്യാസം കാരണം ബന്ധം അവസാനിച്ചു. അതിനുശേഷം തീക്കനൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ജോർജ് തോമസുമായി പ്രണയത്തിലാകുകയും 1979-ൽ വിവാഹിതരാകുകയും ചെയ്തു. പക്ഷേ ഈ ബന്ധം വിവാദത്തിലൂടെയും വേദനയോടെയും സഞ്ചരിച്ച് വിവാഹമോചനത്തിൽ അവസാനിക്കുകയും ചെയ്തു. ജോർജിനുള്ള സ്നേഹം കൊണ്ട് ശ്രീവിദ്യ മതം മാറിയെന്നും കുടുംബം ഈ വിവാഹത്തെ എതിർത്തുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമയ്ക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യം ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചതായും പിന്നീട് അവർ തുറന്നു പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന് ശേഷം സാമ്പത്തിക തർക്കങ്ങൾ സുപ്രീം കോടതി വരെ എത്തിയിരുന്നു. സിനിമയിൽ നിന്ന് കുറച്ചുകാലം അകന്നിരുന്ന ശ്രീവിദ്യ പിന്നീട് ടെലിവിഷൻ രംഗത്ത് വീണ്ടും തിളങ്ങി തന്റെ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചു. അവസാന ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചെലവഴിച്ച ശ്രീവിദ്യയുടെ ആസ്ഥാന വീട് ഇന്ന് സോഷ്യൽ മീഡിയയിലും ആരാധകരുടെയും ഓർമ്മയിലൂടെയും വീണ്ടും വാർത്തയാകുവാണ്. മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്ന ആ നടിയെ ഓർക്കുമ്പോൾ അവരുടെ ജീവിതം ഇപ്പോഴും ഒരു സിനിമ പോലെ ആകുന്നു.